ഉണ്ടായത്. നമുക്കിപ്പോൾ കോട്ടയത്ത് മരണപ്പെട്ട സ്റ്റെഫിൻ്റെ സഹോദരിയുടെ ബന്ധുവിൻ്റെ പ്രതികരണത്തിലേക്ക്. ഈ അടുത്ത സമയത്ത് ഒരു വർഷത്തിന് ഒരു 4-5 മാസത്തിന് മുമ്പ് ഇവിടെ നാട്ടിൽ വരികയും വീടിൻ്റെ പണിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബറിൽ തന്നെ നാട്ടിൽ വന്ന് വീട്ടിൽ പ്രവേശനം നടത്തി വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെല്ലാം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത ഇന്നലെ ഒരു 12:30 നമ്മൾ താൻ താമസിക്കുന്ന ഫ്ലാറ്റിന് തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരമാണ് ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഹോസ്പിറ്റലുകളൊക്കെ വേണ്ടപ്പെട്ടവർ പലരും അന്വേഷിച്ചിട്ടും അവിടെയൊന്നും തൻ്റെ പേരോ ലിസ്റ്റിൽ നിന്നും വന്നിട്ടില്ല എന്ന് അറിയുവാനിടയായി. നമുക്കൊരു 2:30-3 മണിയോടുകൂടെ ചെറിയൊരു അറിവുണ്ടായി. താനും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച അറിവ്. ഒരു 3:30-4 മണിയോടുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനിടയായി. താനും ഈ ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്കപ്പോൾ കിട്ടിയ വാർത്ത. അത് വളരെ വേദനയോടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കാനിടയായത്. വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ പിതാവ് ശാരീരികമായി ക്ഷീണമുള്ളയാളാണ്. ചില നാളുകൾക്ക് മുമ്പ് തനിക്ക് ക്യാൻസർ എന്ന രോഗം വരികയും അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 3 പേരും സ്റ്റെഫിന്, ഫെവിന്, കെവിൻ, ഇവർ 3 പേര്. ഫെവിൻ അവിടെ ഇതേ കമ്പനിയിൽ അവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അവർ 2 പേരും അവിടെയുണ്ട്. അടുത്തടുത്താണ് താമസം. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ നിന്ന സമയത്താണ് ഈ വാർത്തകൾ കേൾക്കുന്നത്. വളരെ ഞെട്ടലോടെയാണ് ഞങ്ങളെ വീടും സഭയും ദേശമെല്ലാം അത് ഉൾക്കൊണ്ടത്.